ശ്രീമദ് ഭാഗവതം ക്ലാസ് 155 സ്കന്ധം 7 ഏഴാമത്തെ അധ്യായമായിട്ട് നാരദോപദേശ ശ്രവണമാണ് പറയുന്നത്. അപ്പം കുട്ടികൾ കഴിഞ്ഞ പ്രാവശ്യം പ്രഹ്ലാദൻ്റെ ഒപ്പം പഠിക്കുന്ന കുട്ടികൾ ചോദിച്ചു, എങ്ങനെയാണ് എപ്പോഴാണ് നാരദൻ വന്ന് ഈ ഉപദേശമെല്ലാം തന്നത് എന്ന് ചോദിച്ചതിനുള്ള മറുപടിയാണ് പറയുന്നത്. ഒന്നിന് നാരദൻ പറയുകയാണ്, ഇപ്രകാരം അസുരബാലന്മാർ ചോദിച്ചപ്പോൾ പ്രഹ്ലാദൻ ഇങ്ങനെ പറഞ്ഞു: ഞങ്ങളുടെ പിതാവ് തപസ്സിനായി മന്ദരപർവ്വതത്തിലേക്ക് പോയപ്പോൾ ദേവന്മാരെല്ലാം അസുരന്മാരെ ആക്രമിക്കുവാൻ തീരുമാനിച്ചു. അതായത് പ്രഹ്ലാദൻ്റെ അച്ഛൻ, പ്രഹ്ലാദൻ ഗർഭത്തിലാണല്ലോ ഉള്ളത്. അപ്പോൾ അച്ഛൻ തപസ് നേടാൻ വേണ്ടിയിട്ട് പോയല്ല, അത് മുമ്പ് പറഞ്ഞു. അപ്പോൾ ആ സമയം നോക്കിയിട്ട് നേതാവില്ലാതെ, അപ്പോൾ ദേവന്മാരെല്ലാം എന്ത് ചെയ്തു? അവരെ ആക്രമിക്കാൻ തീരുമാനിച്ചു. ഇതിൻ്റെ 3 പറയാണ്, ഇന്ദ്രാദി ദേവന്മാർ ഇങ്ങനെയെല്ലാണ് പറഞ്ഞത്. കാരണം എന്താണ്? ലോകവാസികളെ ദ്രോഹിച്ച, ഈ ലോകത്തെ മുഴുവൻ ദ്രോഹിച്ച ഈ കൊടും പാപിയായ, അതായത് ഹിരണ്യകശുപിനെ പറ്റിയിട്ട് അവൻ തപസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഉറുമ്പുകൾ പാമ്പിനെ എന്ന പോലെ അവൻ്റെ ദേഹം മുഴുവൻ കടിച്ചെടുത്ത് നിന്നിട്ടുണ്ട്. പിന്നെ അവസാനം എല്ലും മാത്രമേ ഉള്ളൂ, ആ ജീവനുമേ ഉള്ളൂ. അപ്പം അത് ഭാഗ്യമായി എന്ന് പറയുകയാണ്. അവൻ്റെ ശരീരത്തിലെ ഇറച്ചിയെല്ലാം പോയി ഉറുമ്പുകൾ തിന്നു തീർന്നു. അത് നേരത്തെ കഴിഞ്ഞാൽ പറഞ്ഞതാണ്. പിന്നെ ആ എല്ല് മാത്രമേ ഉള്ളൂ, അതിൻ്റെ അകത്താണ് ജീവനുള്ളത്. അപ്പം ഇനിയിപ്പോൾ അതും കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അത് നല്ല ഭാഗ്യമായി എന്ന് ആര് പറയുകയാണ്? ഈ ദേവന്മാരെല്ലാം പറയുകയാണ്. എന്നിട്ട് 4:5 പറയാണ്, അവർ വലിയ പടപ്പുറപ്പാടുമായിട്ട് വന്നപ്പോൾ ഇവിടെ അസുരന്മാരെല്ലാം പേടിച്ച് അവരുടെ ബന്ധുക്കളും എല്ലാം കൂടിയിട്ട്, മക്കളും ബന്ധുക്കളും എല്ലാം കൂടിയിട്ട് അവരെ തടിയെ അവിടെ നിന്ന് രക്ഷിച്ചു. അപ്പോൾ 6 ജയം പ്രതീക്ഷിച്ചുകൊണ്ട് ദേവന്മാർ അസുര രാജധാനിയെ കൊള്ളയടിച്ചു. ദേവന്മാർ വന്നിട്ട് അസുരന്മാരുടെ രാജധാനി മുഴുവൻ കൊള്ളയടിച്ചിട്ട് ദേവേന്ദ്രൻ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പത്നിയെ, അല്ലെങ്കിൽ പ്രഹ്ലാദൻ ഗർഭത്തിൽ ഇരിക്കുന്നുണ്ട്, പ്രഹ്ലാദൻ്റെ അമ്മയെ പിടികൂടി. അപ്പോൾ 7 പറയുകയാണ്, അവർ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ, അപ്പം പ്രഹ്ലാദൻ്റെ അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുന്ന, പ്രഹ്ലാദൻ ഗർഭത്തിലാണുള്ളത്. അപ്പോൾ നാരദ മഹർഷി അവിടെ വന്നു ചേർന്നു എന്ന് പറയണം. അപ്പോഴാണ് നാരദൻ വന്നത്. അദ്ദേഹം ദേവരാജാവോട് പറഞ്ഞു, തെറ്റ് ചെയ്യാതെ ഇവളെ എന്തിനാണ് വെറുതെ കൊണ്ടുപോകുന്നത്? ഇവള് തെറ്റൊന്നും ചെയ്തിട്ടില്ല. അന്യൻ്റെ പത്നിയെ കൊണ്ടുപോകുന്നത് ശരിയല്ല. ഇവള് പതിവ്രതയും കൂടിയാണ്. അപ്പോൾ അവളെ അങ്ങ് വിട്ടേക്കാൻ പറയുന്നു. അപ്പം ദേവേന്ദ്രൻ പറയുകയാണ് 9, ഇവളുടെ വയറ്റിൽ എന്തുണ്ട്? അസുരൻ്റെ കുട്ടി, അതായത് രാജാവിൻ്റെ കുട്ടി കിടക്കുകയാണ്. അപ്പം നാളെ നമുക്കൊരു പാര തന്നെയാണ്. അത് പൊറുക്കപ്പെടാത്ത ബീജം, നമുക്ക് സഹിക്കാൻ പറ്റാത്ത ബീജമാണ് ഇവളുടെ വയറ്റിൽ കിടക്കുന്നത്. അതുകൊണ്ട് പ്രസവിക്കുന്നത് വരെ ഇവൾ എൻ്റെ കൂടെ നിൽക്കട്ടെ. പ്രസവിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിനനുസരിച്ച് വേണ്ട എന്താണ് ചെയ്യാൻ, അതിനനുസരിച്ച് വേണ്ട ചെയ്യാൻ തന്നെ കുട്ടീനെ പുല്ല് വരിക്കും, എന്നിട്ട് അവളെ വിടും. അപ്പോൾ നാരദൻ പറയുകയാണ്, ഇവൻ്റെ വയറ്റിൽ കിടക്കുന്ന, ഇവളുടെ വയറ്റിൽ കിടക്കുന്ന ഈ കുട്ടി നിഷ്പാപനം, ഒരു പാപം ചെയ്യാത്തവനാണ്, പരമഭക്തനാണ്, മഹിമയുള്ളവനാണ്, ശ്രീനാരായണനെ ഭജിക്കുന്നവനാണ്, ബലവാനാണ്. അപ്പം അങ്ങനെയുള്ള ശ്രീനാരായണ ഭജിക്കുന്ന ഇവനെ കൊല്ലാൻ നിന്നെ കൊണ്ട് പറ്റുകയില്ല എന്ന് പറയുകയാണ്. യഥാർത്ഥത്തിൽ പ്രഹ്ലാദനെ അവൻ്റെ അച്ഛന് പോലും കൊല്ലാൻ പറ്റിയിട്ടില്ല, പിന്നെ ഇന്ദ്രന് കൊല്ലാൻ പറ്റുമോ? ഇന്ദ്രനാണ് ഈ രാജപത്നിയെ അപഹരിച്ചത്, പിടികൂടിയത്. അപ്പോൾ ഇന്ദ്രനോടാണ് നാരദൻ ഇത് പറയുന്നത്. അപ്പം 11 ദേവേന്ദ്രൻ ഇത് കേട്ടപ്പോൾ, മഹർഷിയുടെ വാക്ക് കേട്ടപ്പോൾ, മഹർഷി കളവൊന്നും പറയില്ല. അപ്പോൾ ആ വാക്കിനെ ആദരിച്ചുകൊണ്ട് അവരെ വിട്ടയച്ചു. പിന്നെ ആ ഗർഭിണിയെ വിഷ്ണുവോടുള്ള ഭക്തി മൂലം, അവളുടെ വയറ്റിൽ വിഷ്ണുവിനെ ആരാധിക്കുന്ന കുട്ടിയാണ് ജനിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ദേവേന്ദ്രൻ എന്ത് ചെയ്തു? ആ അമ്മയെ, ആ സ്ത്രീയെ വലം വെച്ചതിൻ്റെ ശേഷമാണ് സ്വർഗത്തിലേക്ക് പോയത്. പിന്നെ 12 അനന്തരം നാരദ മഹർഷി എന്ത് ചെയ്യുന്നു? ആ അമ്മയെ
തൻ്റെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. എന്നിട്ട് സമാധാനിപ്പിക്കുന്നു. എന്നിട്ട് സമാധാനിപ്പിച്ചിട്ട് പറയുന്നു, ഭർത്താവ് വരുന്നത് വരെ ഇവിടെ സുഖമായിട്ട് താമസിക്കുക. അപ്പം 13 അവരത് സമ്മതിച്ചു എന്ന് പറയുന്നു. അസുരന്മാർ തിരിച്ചു വരുന്നത് വരെ, അസുര രാജാവ് തിരിച്ചു വരുന്നത് വരെ, അതായത് ഇവളുടെ ഭർത്താവ് തിരിച്ചു വരുന്നത് വരെ നിർഭയമായിട്ട് അവൾക്ക് എന്ത് ചെയ്യാം, അവിടെ താമസിക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് അവളത് സമ്മതിച്ചു. 14 ഗർഭവതിയും സാധ്യവുമായ അവള് ഗർഭത്തിലുള്ള ശിശു നല്ല നിലയിൽ നിലനിൽക്കുന്നതിനും സുഖപ്രസവത്തിനും വേണ്ടിയായിട്ട് എന്ത് ചെയ്തു, ആ രാജർഷിയെ പരിചരിച്ചു, നാരദനെ പരിചരിച്ചു. 15 അപ്പോൾ നാരദ മഹർഷി ആ അമ്മയുടെ ആ ഭക്തയുടെ ആ അമ്മയുടെ ദുഃഖം അകറ്റാൻ വേണ്ടിയും ഗർഭത്തിലുള്ള ഈ കുട്ടി കേൾക്കത്തക്കവണ്ണം അവനും കേൾക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഭഗവത് ധർമ്മത്തെപ്പറ്റിയും ആത്മജ്ഞാനത്തെ പറ്റിയുമുള്ള ഉപദേശം നൽകി, രണ്ടുപേർക്കും വേണ്ടിയിട്ട്. പക്ഷേ എന്നാൽ 16 എന്ത് പറയുന്നു, കാലം കഴിഞ്ഞപ്പോൾ അമ്മ ഇതെല്ലാം പറഞ്ഞു, പക്ഷേ മറന്നുപോയി. പക്ഷേ കുട്ടി, ഈ പ്രഹ്ലാദൻ അതിപ്പോഴും ഓർത്തുകൊണ്ടേ ഇരിക്കുന്നു. അതാണ് ഇവർക്ക് ഉപദേശിച്ചത്. എന്നിട്ട് 17 അവൻ പറയുകയാണ്, എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഈ അവസ്ഥയിൽ എൻ്റെ അവസ്ഥയിലേക്ക് എത്താൻ പറ്റും. അത് ശ്രദ്ധയോടുകൂടി കേൾക്കുകയാണെങ്കിൽ സ്ത്രീകളായാലും കുട്ടികളായാലും ബുദ്ധി എൻ്റേതുപോലെ തെളിഞ്ഞു വരും. എൻ്റെ പാട്ടിൽ മാറ്റം വരുത്താൻ കഴിവുള്ള കാലശക്തിയാൽ 6 വിധം ഭാവമാറ്റങ്ങൾ ശരീരത്തിന് മാത്രം സംഭവിക്കുന്നു. കാലം മാറുന്നതനുസരിച്ച് നമ്മുടെ ശരീരത്തിനാണ് മാറ്റം വരുന്നത്, പക്ഷേ ആത്മാവിന് മാറ്റം വരുന്നില്ല. നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് ജനിക്കുന്നതിനെക്കാട്ടിയും മുമ്പിലുണ്ട്, ജനിക്കുമ്പോഴുമുണ്ട്, മരിക്കുമ്പോഴുമുണ്ട്. അതുവരെ അതിനൊരു മാറ്റം വരുന്നില്ല. ഈ ശരീരത്തിന് മാത്രമാണ് മാറ്റം വരുന്നത്. 19 ആത്മാവ് നാശരഹിതനാണ്, അതിനൊരു ഗുണവുമില്ല, അതീന്ദ്രിയനാണ്, ഇന്ദ്രിയങ്ങൾക്കെല്ലാം അതീതനാണ്. ഇന്ദ്രിയങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയൊന്നും ആത്മാവിനെ ബാധിക്കില്ല. ദേഹേന്ദ്രിയങ്ങളുടെ നാഥാവാണ്. അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെ പറ്റി അതിന് നല്ല ബോധ്യമുണ്ട്. അത് നിഷ്ക്രിയനാണ്, പക്ഷെ ഒന്നും ചെയ്യില്ല. ചെയ്യുന്നത് ആത്മാവിനെ, മറ്റേ ജീവാത്മാവിനെ കൊണ്ട് ചെയ്യിപ്പിക്കും. സ്വയം പ്രകാശവാനാണ്, വിശ്വത്തിൻ്റെ കാരണമാണ്, സർവവ്യാപിയാണ്, അവനൊരാവരണവും ഇല്ല. അങ്ങനെയുള്ളതാണ് ആത്മാവ്. ആത്മാവിനെ പരിചയപ്പെടുത്തുകയാണ്. ഇനി 20 ആത്മാവിൻ്റെ ഈ പറഞ്ഞ 12 ലക്ഷണങ്ങൾ തിരിച്ചറിയുവാൻ. ഇപ്പം 12 ലക്ഷണങ്ങൾ ആത്മാവിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. അത് തിരിച്ചറിയണമെങ്കിൽ, ഒരു വ്യക്തിക്ക് തിരിച്ചറിയണമെങ്കിൽ ഞാനെന്നും എൻ്റേതെന്നുമുള്ള മിഥ്യാബോധം ഇല്ലാതാകണം. ഞാൻ എൻ്റേത് എന്ന ചിന്ത ഇല്ലാതായാലേ ഈ ആത്മാവിനെ പറ്റി തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. എന്നിട്ട് ഒരു ഉദാഹരണം പറയുകയാണ് 21 ഏത് പ്രകാരം സ്വർണ്ണക്കനിയിലെ സ്വർണ്ണ ഏതിലാണുള്ളത്, കല്ലിലാണ് ഉള്ളത്. ആ കല്ലിൽ നിന്നും സ്വർണത്തെ വേർതിരിച്ചെടുക്കുന്നത് പോലെ എന്ത് വേണം, ആത്മാധിഷ്ഠിതമായ ഈ ശരീരത്തിലാണ് ഈ ആത്മാവ് ഉള്ളത്. അതിൽ നിന്നും ശരിയായ സാധനകളിലൂടെ ബ്രഹ്മസാക്ഷാത്കാരത്തെ സാധിച്ചു കൊള്ളണം. ഈ ശരീരത്തിലാണ് ആത്മാവ് കിടക്കുന്നത് അന്തരാമിയായിട്ട്. അതിനെ ശരീരത്തിലൂടെ സാധനങ്ങളിലൂടെ ശുദ്ധീകരിച്ചു കൊണ്ടുവേണം ബ്രഹ്മസാക്ഷാത്കാരം നേടാൻ. എന്നിട്ട് 22 പറയുന്നു, ലോക സൃഷ്ടിക്ക് കാരണമായ മൂലതത്വങ്ങൾ 8ആണ്. അതെന്തെല്ലാണ്? മൂലപ്രകൃതിയാണ്, മനസ്സെന്ന തത്വമാണ്, അഹങ്കാരമാണ്. മൂലപ്രകൃതി, മനസ്സ്, അഹങ്കാരം, പിന്നെ 5 തന്മാത്രകൾ കൂടിയാണ് ലോക സൃഷ്ടിക്ക് കാരണമായ മൂലതത്വങ്ങൾ 8. അവയെ സംബന്ധിച്ച ഗുണങ്ങളും 3 എണ്ണമുണ്ട്. രജോ തമോ സത്വ ഗുണങ്ങൾ. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രപഞ്ചമുണ്ടായിരിക്കുന്നത്. വികാരങ്ങൾ 16 ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ 5 കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും 5 5 10, പിന്നെ 5 ഭൂതങ്ങൾ, പഞ്ചഭൂതങ്ങൾ, പിന്നെ മനസ്സും. ഇതും കൂടിയതാണ് വികാരങ്ങൾ. ഇവയെല്ലാം കൊണ്ടുണ്ടായ ശരീരത്തിൻ്റെ അകത്ത് ഏകനായിട്ടാണ് ഈ
ആത്മാവിരിക്കുന്നത് അതിനെയാണ് പുരുഷനെന്ന് പറയുന്നത്. അത് ഏകനാണ്. ഇനി 23-24 പറയുകയാണ്, ശരീരം ഈ പ്രാകൃതമായ ഈ തത്വങ്ങളിലൂടെയാണ് ശരീരം. പ്രാകൃതമായ ഈ തത്വങ്ങളുടെ കൂട്ടമാണ് ശരീരം. ഏതുപോലെ എന്നാൽ കല്ലും മണ്ണും ചളിയെല്ലാം കൂടിയിട്ടാണ് വീടുണ്ടാക്കിയിരിക്കുന്നത്. വീട് കാണാൻ സുന്ദരമാണ്. അതേപോലെ ശരീരം ഈ പ്രാകൃതമായ കുറേ കൂട്ടങ്ങളെ കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്. അതിനെ ചരമെന്നും അചരമെന്നും രണ്ടായിട്ട് വേണമെങ്കിൽ തിരിക്കാം. എന്നിട്ട് പറയുന്നു, ഈ ശരീരത്തിൻ്റെ അന്തകരണങ്ങളൊന്നും ആത്മാവല്ല. ഈ ശരീരത്തിൻ്റെ അന്തകരണങ്ങളായിട്ട് മനസ്സ്, ബുദ്ധി, ഇതൊന്നും തന്നെ ആത്മാവല്ല. താനല്ലാത്തതിനെ വിട്ടാൽ അത് പുരുഷൻ ആത്മാവാണ്. താനെന്ന ചിന്ത ഒഴിച്ചിട്ടുള്ളതാണ് ആത്മാവ്. താനെന്ന ചിന്ത ഉണ്ടാണ്ടിട്ട് എന്ത് വേണം? മനസ്സ്, ബുദ്ധി ഇതെല്ലാം വേണം. ഞാനെന്ന ചിന്ത വരുമ്പോൾ ഞാൻ ഏതാണെന്ന് ചിന്തിക്കും, ഈ ശരീരമെന്നും ചിന്തിക്കും. ഇപ്പം ശരീരമാണ്, മനസ്സാണ്, ബുദ്ധി, ഇതെല്ലാം വിട്ട് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ശേഷിക്കുന്നുണ്ടെങ്കിൽ അതാണ് പുരുഷൻ, അതാണ് ആത്മാവ്. യാഥാർത്ഥ്യമാകുന്ന തെളിമയാർന്ന മനസ്സുകൊണ്ട് സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് കാരണമായി തീർന്ന ഈ ശക്തിയെ ക്ഷമയോടെ എന്ത് വേണം? പരിചിന്തനം ചെയ്യണം. അപ്പോൾ എന്ത് വേണം? തെളിമയാർന്ന മനസ്സുകൊണ്ട്. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ബന്ധങ്ങളെയും മാറ്റി നിർത്തി മനസ്സ് തെളിമയാർന്നുകൊണ്ട് സൃഷ്ടിസ്ഥിതിക്ക് സംഹാരത്തിന് കാരണമായ ശക്തിയെ ചിന്തിച്ച് മനസ്സിലാക്കണം. ഇവിടെ സൃഷ്ടിസ്ഥിതി സംഹാരം എന്ന് പറയുമ്പോൾ നമ്മുടെ സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് കാരണമാകുന്നത് എന്താണോ കാരണമായത്, എന്നെ സൃഷ്ടിക്കാൻ എന്താണ് കാരണമായത്, എന്നെ സംരക്ഷിക്കുന്ന ആരാണ്, എന്നെ നശിപ്പിക്കുന്ന ആരാണ്, ഇതിൻ്റെ പിന്നിലെല്ലാം ഉള്ള ശക്തി ഏതാണ്? അല്ലെങ്കിൽ അത് തന്നെയാണ് പ്രപഞ്ച സൃഷ്ടിക്ക് കാരണം. പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായി, എന്തിനു വേണ്ടി ഉണ്ടായി എന്നെല്ലാം പറയുന്ന ആ സംഗതി, അതിനെപ്പറ്റി ചിന്തിച്ചിട്ട്, അപ്പം നമ്മളെ ഉള്ളിൽ നിന്ന് ചിന്ത എവിടത്തേക്ക് പോകും? പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിൻ്റെ പിന്നിലുള്ള ആ ശക്തി എന്താണ്, അതിലേക്ക് പോയി എത്തിയിട്ട് മനസ്സിലാക്കണം ആ ശക്തിയെ. പക്ഷേ ശാസ്ത്രലോകം അന്വേഷിച്ച് പ്രപഞ്ചം ഏതിൽ നിന്നാണ്, ഇലക്ട്രോണും പ്രോട്ടോണും എന്നെല്ലാം ചിന്തിച്ച് പോയിട്ട് അവസാനം ഇതെല്ലാം ഏതിൽ നിന്നുണ്ടായി എന്ന് ചിന്തിച്ചെടുത്താണ് ഇട്ടെറിഞ്ഞ് ഓടിയത്, മനസ്സിലാക്കാൻ പറ്റാതെ. അപ്പോൾ അവിടത്തേക്ക് എത്തിയിട്ട് അതിനെ മനസ്സിലാക്കണം. എൻ്റെ 25 പറയുകയാണ്, ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്നിങ്ങനെ ബുദ്ധിക്ക് 3 അവസ്ഥാഭേദങ്ങളുണ്ട്. ഇവ ഏതൊരുവിനാൽ അനുഭവപ്പെടുന്നുവോ ഇത് ഏതിൽ നിന്നാണ് ഉണ്ടാകുന്നത്? നമുക്കറിയാം, ജാഗ്രതയിൽ നമ്മൾ ചിന്തിക്കും ഞാനാണ് എല്ലാം ചിന്തിക്കുന്നത്. പക്ഷെ സ്വപ്നത്തിൽ ഞാനല്ല. ദീർഘ ഉറക്കത്തിലും നമ്മളുമായിട്ട് ഞാനെന്ന ചിന്തയായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പം ബുദ്ധിക്ക് 3 അവസ്ഥയുണ്ട്: ജാഗ്രത, സ്വപ്നം, സുഷുപ്തി. ഇതിൽ ജാഗ്രതയിൽ മാത്രമേ നമ്മളെ നമുക്ക് ബുദ്ധിയിലോട്ട് ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ. സ്വപ്നത്തിലും നിദ്രയിലും, ഗാഠനിദ്രയിലും, സുഷുപ്തിയിലും നമ്മളെ കൺട്രോളിലല്ല, ബുദ്ധിയുടെ കൺട്രോളിലല്ല ഇത് നിൽക്കുന്നത്. അപ്പോൾ ഈ 3 അവസ്ഥയിലും ആരാണ് ഇതിൻ്റെ പിന്നിലുള്ളത്? ഏതൊരുവനാണ് ഇതെല്ലാം ഇതിൻ്റെ പിന്നിലുള്ളത്, ഈ അനുഭവങ്ങളുടെ പിന്നിലുള്ളത്? അത് സാക്ഷി രൂപത്തിൽ നിൽക്കുന്ന ആത്മാവാണ്. അതിനെയാണ് പുരുഷൻ എന്ന് പറയുന്നത്. നമ്മൾ ജാഗ്രതാവസ്ഥയിൽ മാത്രമല്ല, ജാഗ്രതാവസ്ഥയിൽ നമ്മൾ ചിന്തിക്കും നമ്മളാണെന്ന്. പക്ഷേ സ്വപ്നത്തിലും സുഷുപ്തിയിലും നമ്മളല്ല. അപ്പോഴും നമ്മളെല്ലാം ജീവിച്ചുകൊണ്ട് നമ്മളെ നിലനിർത്തിക്കൊണ്ടു പോകുന്ന ഒരു ശക്തി വിശേഷമുണ്ട്. ആ ശക്തിയാണ് പരമാത്മാവ്, അതാണ് പുരുഷൻ. ഇനി 26 ത്രിഗുണാത്മകമായ കർമ്മങ്ങളാൽ ഉണ്ടാകുന്ന ജാഗ്രതാദി വ്യവസ്ഥകൾ ബുദ്ധിയുടെ ധർമ്മമാണ്. ത്രിഗുണങ്ങളുടെ, അതായത് സപ്ത രജോ തമോ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത്. ഈ അവസ്ഥകൾ ബുദ്ധിയുടെ ധർമ്മമാണ്. അതെല്ലാം നമ്മൾ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ്, മനസ്സിനെ ചിന്തിച്ച് ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത്. പക്ഷേ അതിന് ആത്മാവുമായിട്ട് ഒരു ബന്ധവുമില്ല.
അപ്പം ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നതൊന്നും ആത്മാവുമായിട്ട് ബന്ധമില്ല. ഏതുപോലെ എന്നാൽ പുഷ്പത്തിൻ്റെ സുഗന്ധം വായു നമ്മൾ മൂക്കിലടിച്ചു കയറുമ്പോൾ നമ്മൾ പറയും ആ നല്ല മണം, വായുവിൻ്റെ മണം. വായുവാണ് മണമെന്ന് നമ്മൾ ചിന്തിക്കുന്നു. വായുവിന് മണമൊന്നുമില്ല, പക്ഷെ അതിൻ്റെ അകത്ത് ഏതോ ഒരു പൂവിൻ്റെ ഗന്ധം കയറിക്കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആത്മാവിനെ ബുദ്ധിയിൽ നിന്നും വേർപെട്ട് കാണുന്നത്. നമ്മൾ ബുദ്ധിയിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നതല്ല ആത്മാവ്. ഇനി 27, ബുദ്ധിയുടെ പരിണാമത്തിലൂടെ ജന്മമൃത്യുരൂപമാകുന്ന സംസാര ചക്രത്തെ അവയുടെ കർമ്മങ്ങളാലും മറ്റും ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ബുദ്ധിയുടെ അപ്പം ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് ജനനം മുതൽ മരണം വരെയുള്ള സംസാര ചക്രത്തിൽ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത്. ജനിച്ചു മുതൽ മരിക്കുന്നത് വരെ ബുദ്ധിക്ക് പരിണാമം സംഭവിച്ചുകൊണ്ട് ചെറുത്തിലുള്ള ബുദ്ധിയെല്ലാം വലുതാവുമ്പോൾ, അപ്പോൾ ആ പരിണാമത്തിനനുസരിച്ച് നമ്മൾ വളരുന്നതനുസരിച്ച് മരിക്കുന്നത് വരെ ഓരോ കാലഘട്ടത്തിലും പലതരം കർമ്മങ്ങൾ ചെയ്യുന്നത് ബുദ്ധിയായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അത് ആത്മാവിനാൽ ബന്ധപ്പെടാത്ത മിഥ്യയായ ഭൂതമാണ്. പക്ഷേ അതിന് ആ ചെയ്യുന്ന കർമ്മങ്ങൾക്കൊന്നും ആത്മാവുമായിട്ട് ബന്ധമില്ല. ജീവാത്മാവല്ല, പരമാത്മാവായി. അത് സ്വപ്നത്തിലെ പോലെ, അതിനെങ്ങനെ കാണും? സ്വപ്നത്തിലേതെന്ന പോലെ ജീവനത് അമിഥ്യയായി കാണുന്നു. സ്വപ്നത്തിൽ നമ്മൾ കാണുന്നതെല്ലാം ശരിയാണെന്നാണ് ആ സമയം നമ്മൾ ചിന്തിക്കുന്നത്. സ്വപ്നത്തിൽ കാണുന്നത് ആ സമയം നമുക്ക് ശരിയാണ്, പക്ഷേ അത് തെറ്റാണെന്ന് മനസ്സിലാകുന്ന എപ്പോഴാണ്? ഞെട്ടുമ്പോഴാണ്. അതുപോലെ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ കർമ്മങ്ങളെല്ലാം ചെയ്യുമ്പോൾ അതെല്ലാം, ഈ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ശരിയാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ അത് ശരിയല്ല, അത് വെറും മിഥ്യയായ കുറേ കർമ്മങ്ങളാണ്. അതിൻ്റെ പിന്നിലെല്ലാം ഒരു ശക്തി കടന്നിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് എന്നുള്ള സത്യം എപ്പോഴാണ് മനസ്സിലാവുക? ആ ബുദ്ധിയെല്ലാം വിട്ടുകൊണ്ട്, ഈ ലോകമായിട്ടുള്ള ബന്ധങ്ങളെ എല്ലാം വിട്ടുകൊണ്ട് നമ്മുടെ മനസ്സ് ആ ബ്രഹ്മത്തിലേക്ക് തിരിക്കുമ്പോൾ. ഇനി 28, അതിനാൽ ത്രിഗുണങ്ങളാൽ സംഭവിക്കുന്ന കർമ്മങ്ങളുടെ വിത്തിൽ നിന്നും, അല്ലെ അജ്ഞാനത്തിൽ നിന്നും, ഈ ത്രിഗുണങ്ങളാൽ സത്വരജോ തമോ ഗുണങ്ങളുടെ പ്രേരണയിൽ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കർമ്മം ചെയ്യുമ്പോഴുണ്ടാകുന്ന സംഭവിക്കുന്ന കർമ്മങ്ങളുടെ വിത്തിൽ നിന്നും, അല്ലെ അജ്ഞാനത്തിൽ നിന്നും, ആ അജ്ഞാനത്തെ നിശേഷം നശിപ്പിക്കുവാൻ, അത് അജ്ഞാനമാണ്. ബുദ്ധിയുടെ പ്രവർത്തനത്തിലൂടെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അജ്ഞതയാൽ സംഭവിക്കുന്നതാണ്. നമ്മൾ അറിയുന്നില്ല നമ്മളെ കൊണ്ടൊരു ശക്തിയാണ് ഇതത്രയും ചെയ്യിപ്പിക്കുന്നത്. നമ്മൾ ഞാനാണ് ചെയ്യുന്നതെന്നുള്ള ചിന്തയിൽ പോവുകയാണ്. ഇതിൽ നിന്നും ആ സത്യം തിരിച്ചറിയാൻ എന്ത് വേണം? നമ്മൾ തന്നെ പരിശ്രമിക്കണം. ബുദ്ധിയുടെ ജാഗ്രതാവസ്ഥയിലുള്ള ഒഴുക്കിനെ യോഗമാർഗത്തിലൂടെയും ആത്മാവുമായി ബന്ധിപ്പിക്കണം. അങ്ങനെ യോഗ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് യോഗമാർഗത്തിലൂടെ നമുക്ക് ബുദ്ധിയെ ഇതിൽ നിന്നെല്ലാം വിടുവിച്ചിട്ട് നമുക്ക് അതിൻ്റെ പിന്നിൽ നമ്മളെ നിയന്ത്രിക്കുന്ന ശക്തിയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് 29 പറയാണ്, അതിന് അനേകം ഉപായം ഉള്ളതിൽ ഏറ്റവും ഉത്തമമായത് ഭഗവാൻ തന്നെ വിവരിച്ചു തന്ന ഇതാകുന്നു. അപ്പം അങ്ങനെ ആ അവസ്ഥയിലെത്താൻ, ആ നമ്മൾ നിയന്ത്രിക്കുന്ന ശക്തിയെ, ആത്മാവിനെ മനസ്സിലാക്കാൻ പല മാർഗങ്ങളുള്ള യോഗമാർഗം എന്നെല്ലാം പറഞ്ഞല്ലോ. പക്ഷെ അതല്ലാതെ ഒരു ലളിതമായ മാർഗം, സരളമായ മാർഗം ഇതാ പറഞ്ഞു തരുന്നു. അതെന്താണ്? അത് നിഷ്കാമ കർമ്മ അനുഷ്ഠാനത്തിലൂടെ, നിഷ്കാമമായ കർമാനുഷ്ഠാനത്തിലൂടെ ഭഗവാനിൽ പ്രേമലക്ഷണം ഉണ്ടാക്കുകയാണ്. ഭഗവാനായിക്കൊണ്ട് എല്ലാ കർമ്മങ്ങളും ചെയ്യുക. ആദ്യം നമ്മൾ അംഗീകരിക്കണം, ഏതോ ഒരു ശക്തിയാണ് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നത്. അതിനൊരു സുന്ദരമായ ലോകമുണ്ടാക്കണം. ആ ലോകമുണ്ടാക്കാനാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ കർമ്മം നമ്മൾ അങ്ങേയക്കായി ചെയ്തു കൊടുക്കുന്നു. ആ ഒരു ചിന്തയോടുകൂടി കർമ്മം ചെയ്യുക. അതാണ് ഭഗവാനിൽ ഭക്തി അർപ്പിച്ചുകൊണ്ട്. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
നമ്മൾ കല്യാണം കഴിക്കുന്നതും എന്തിനു വേണ്ടിയാണ്? ആ ഭഗവാന് വേണ്ടിയാണ്. എന്തിനു വേണ്ടിയാണ് കല്യാണം കഴിക്കുന്നത്? ആ ശക്തിക്ക് നാളത്തെ കർമ്മം ചെയ്യാൻ ഒരു കുട്ടി വേണം, ഒരു പ്രത്യേക സ്വഭാവമുള്ള കുട്ടി വേണം. അതുകൊണ്ട് നമ്മൾ അതിന് യോജിച്ച ഒരു പെൺകുട്ടിയെ അതെല്ലാ ശക്തി തന്നെയാണ് തീരുമാനിക്കുന്നത്. നമ്മൾ കല്യാണം കഴിക്കുന്നു, കുട്ടി ഉണ്ടാവും. ആർക്ക് വേണ്ടി? അതിന് വേണ്ടി. ഇത്രയേ ഉള്ളൂ. അല്ലെ എനിക്ക് വേണ്ടി എനിക്കൊരു ഭാര്യനെ വേണം, ഭാര്യ മറ്റേ സുഖങ്ങൾ ഇതൊന്നും ചിന്തിച്ചുകൊണ്ടാകരുത്. ഇതാണ് നിഷ്കാമകർമ്മം. അങ്ങനെ ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്. എവിടെ? വേദവ്യാസം കുട്ടികളെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് കണ്ടില്ലാത്തവനും ഒന്ന് വെളറിയവൻ. കാരണം ഭാവിയിലേക്ക് എനിക്ക് കുട്ടി വേണമെന്ന് പറഞ്ഞപ്പോൾ എന്നാ കുടിക്കുമെന്നും പറഞ്ഞ് കൊടുത്തതാണ്. പിന്നെ ഒരു വിതുരനുണ്ട്. അർജുനനോടും പറഞ്ഞ അതാണ്, നീ ബന്ധുക്കളെയൊന്നും നോക്കേണ്ടതില്ല, നീ ചെയ്യേണ്ട ജോലി അങ്ങ് ചെയ്യുക, അതിൻ്റെ ഫലത്തെപ്പറ്റി ചിന്തിക്കേണ്ട. ഇത്തരത്തിലുള്ള കർമ്മം ചെയ്യുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അല്ല, നമുക്കൊന്നും ആത്മീയത പറഞ്ഞതല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതേ വഴിയുണ്ട്. 30-31 അതിനെന്ത് വേണം? ഗുരുപരിചരണം. ഇത്തരത്തിൽ ഭാഗവതം ഉപദേശിക്കുന്ന ഗുരുവെ പരിചരിക്കുക. നമ്മുടെ ഗുരുക്കന്മാരെ ഭൗതിക ലോകത്തിലെ സുഖത്തിന് വേണ്ടിയാണ് നിർദ്ദേശിക്കുന്നത്. നിങ്ങൾ ഇന്നേതെല്ലാം ചെയ്താൽ ജീവിതത്തിൽ സുഖം കിട്ടും, ഇന്ന ചെയ്യുക, ഇന്ന ആചാരം അനുഷ്ഠിക്കുക, നിങ്ങൾക്ക് സുഖം കിട്ടും എന്നാണ് ഗുരുക്കന്മാർ പഠിപ്പിക്കുന്നത്. ആ ഗുരുക്കന്മാരല്ല, വേദം അത് പറയുന്നില്ല. ജീവിതം എന്ന് പറയുന്നത് നരകമാണ്, സംസാര ജാഗരത്തിൽ അകപ്പെട്ടിട്ട് കഷ്ടപ്പെടലാണ്. അതിൽ നിന്നുള്ള മോക്ഷം ഒന്നേയുള്ളൂ, എല്ലാം ആ ശക്തിയാക്കി വേണ്ടി കർമ്മം ചെയ്യുക. അതാണ് പറയേണ്ടത്. ഇപ്പം ശരിയായ ഗുരു എന്താണ് പറയുക? ഭാര്യയും മക്കളും എല്ലാം മിഥ്യയാണ്, പക്ഷെ വേണം. ആ ശക്തിക്ക് കുട്ടി വേണ്ടോന്ന് നിങ്ങളൊരു പെണ്ണിനെ കെട്ടുന്നു, ഒരു കുട്ടി ഉണ്ടാക്കി കൊടുക്കുന്നു. ആർക്ക് വേണ്ടി? ആ ശക്തിക്ക് വേണ്ടി. അല്ലാതെ അവിടെ കാമത്തിൻ്റെ ഒന്നും ഒരു കാര്യമില്ല. അതെല്ലാം മിഥ്യയാണെന്ന് പഠിപ്പിക്കുന്ന തരത്തിലുള്ള ഭാഗവതം ഉപദേശിക്കുന്ന ഗുരുവെ പരിചരിക്കുക. എന്നിട്ടോ ആ ഗുരുവിൽ ഭക്തി അർപ്പിക്കുക. ലഭിച്ച ജ്ഞാനം ആത്മാർത്ഥമായി വിനിയോഗിക്കുക. അത്തരത്തിലുള്ള ഭക്തന്മാരുമായിട്ട് സമ്പർക്കം പുലർത്തുക. ഭഗവാനെ ആരാധിക്കുക. ഭഗവാനിൽ തന്നെ എപ്പോഴും ഭഗവാനിൽ ചിന്ത, ഭഗവാന്റെ കഥയിലുള്ള ശ്രദ്ധ, ഭഗവത് ഗുണങ്ങളുടെ കീർത്തനം, ഭഗവത് പാതാരബിന്ദത്തിലുള്ള ധ്യാനം, എപ്പോഴും അതിനെപ്പറ്റിയായിരിക്കണം ചിന്ത. അല്ലാതെ വീട്ടുകാരെ പറ്റിയോ ഭാര്യനെ പറ്റിയോ കുട്ടികളെ പറ്റിയോ ആകില്ല. ആവശ്യമുണ്ട്. അവർക്ക് മക്കള് ഉണ്ടാക്കേണ്ടിരിക്കലാണ്, മക്കളെ വേണ്ടിയിട്ടാണ് സൃഷ്ടിച്ചത്. മക്കളെ വളർത്തേണ്ട ഉത്തരവാദിത്വമുണ്ട്, അത് ചെയ്തു കൊടുക്കണം. പക്ഷെ എല്ലാറ്റിലും ബ്രഹ്മമാണുള്ള എന്ന നിലയിൽ കാണണം. മക്കളും ബ്രഹ്മമാണ്, ഭാര്യയും ബ്രഹ്മമാണ്, അടുത്ത വീട്ടുകാർ അതും ഇവിടെ പറയുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടും എല്ലാം ചെയ്തു കൊടുക്കണം, അത് കാണും. ഭഗവാന്റെ വിഗ്രഹത്തിലൂടെ ദർശനം. ഭഗവാന്റെ വിഗ്രഹം എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട, അത് അടുത്തേരം തന്നെ പറയുകയാണ്. ഭഗവാന്റെ വിഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു പ്രതിമയല്ല ഭഗവാന്റെ വിഗ്രഹം. ഭഗവാന്റെ രൂപവും ഭാവവും ഇല്ല. ഇവിടെ രാമൻ്റെയും കൃഷ്ണൻ്റെയും കാര്യമല്ല പറയുന്നത്, ശ്രീഹരിയുടെയാണ്. അതിന് രൂപവും ഭാവവും ഇല്ല. അതിന് വിഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? വേദം തന്നെ പറയുന്ന വിഗ്രഹം കാണുന്നതെല്ലാം ഭഗവാന്റെ വിഗ്രഹമായിട്ട് കാണുന്നു. ഈ മുഖബൈരം ഭഗവാന്റെ വിഗ്രഹമാണ്. ഒരു ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി ആര് മുമ്പിൽ നിൽക്കുകയാണ് അതെല്ലാം ഭഗവാനായിട്ട് കാണാൻ പറ്റില്ല. അതാണ് ഭഗവാന്റെ വിഗ്രഹത്തിൽ ദർശിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഭഗവാനെ ദർശിക്കുക. അല്ലാതെ ഭഗവാന് രൂപവും ഭാവവും ഒന്നുമില്ല. കൃഷ്ണനൊന്നും ഭഗവാനല്ല. പിന്നെയോ പൂജിക്കുക. മൂലവ പ്രേമഭക്തി ഉണ്ടാക്കും. എന്നിട്ട് 32 പറയുന്നു, ജഗത്തിൻ്റെ നിയന്താവും സമസ്ത ഐശ്വര്യങ്ങളുടെ നിലയുമായ ശ്രീഹരി എല്ലാ ചരാചര പ്രാണികളിലും സ്ഥിതി ചെയ്യുന്നുവെന്ന് ധരിക്കുക. അപ്പോൾ എന്താണ് ധരിക്കേണ്ടത്? എല്ലാ ചരാചരങ്ങളിലും ഈ ബ്രഹ്മമാണുള്ളത്, ഈ ശ്രീഹരിയാണുള്ളത് എന്ന് ധരിക്കുക. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും എല്ലാത്തിലും ആ ശ്രീഹരിയാണ് ഉള്ളത് എന്ന് ധരിക്കുക. ഇപ്പം കാണുന്നതിലെല്ലാം ബിംബം തന്നെയാണ്. ബ്രഹ്മത്തിൻ്റെ ബിംബമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന എല്ലാം, പെന്നും പെൻസിലും എല്ലാം. അത് പ്രത്യേക ഒരു ബിംബത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. കാണുന്നതന്നെ അങ്ങ് ബ്രഹ്മമായിട്ട് ധരിച്ചേച്ചാണ്. എന്നിട്ട് എന്ത് വേണം?
അങ്ങനെ ധരിച്ചുകൊണ്ട് എല്ലാ പ്രാണിവർഗങ്ങളുടെയും അവയുടെ ആഗ്രഹ നിവൃത്തി വരുത്തിക്കൊണ്ട് ഉപചരിക്കണം. എന്നിട്ട് അങ്ങനെ കാണുന്ന എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിച്ചുകൊണ്ട് അതിൻ്റെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കാൻ നമ്മൾ പ്രവർത്തിക്കണം. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മക്കൾ ജനിച്ചാലും മക്കളെ പോറ്റണ്ടേ, മക്കളെ പോറ്റണം, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണം. വേറൊരാളെ കാണുകയാണ്, അവരെ കാണുമ്പോൾ അവർക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ട്, അത് സാധിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ എല്ലാത്തിലും ബ്രഹ്മത്തെ കാണണം. ഭാര്യയിലും മക്കളിലും എല്ലാവറ്റിലും നമ്മളെ കഴിയുന്ന തരത്തിൽ എല്ലാത്തിലും ബ്രഹ്മം, വിവേചനം പാടില്ല. ബ്രഹ്മത്തെ ദർശിച്ചുകൊണ്ട്, ശ്രീഹരിയെ ദർശിച്ചുകൊണ്ട് അവർക്ക് ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുക. നമുക്ക് വേണ്ടിയല്ല, നമ്മളാണ് എന്ന നിലയിലല്ല. ഒരു വിശാലമായ ആശയമാണ്. 33 ഇപ്രകാരം കാമക്രോധാദികളെ ജയിച്ച് ശുദ്ധ അന്ധകരണത്തോടു കൂടിയവൻ ജഗത്തിൻ്റെ നിയന്താവും സമസ്ത ഐശ്വര്യങ്ങളുടെ തലവനുമായ നിന്തിരുവടിയിൽ എല്ലാം അർപ്പിച്ച് ആത്മഗതിയെ പ്രാപിക്കും. അങ്ങനെ നീങ്ങുന്ന ഒരാൾ ആ നിന്തിരുവടിയെ പ്രാപിക്കും. ഇനി 34 മുതൽ 36 വരെ പറയുകയാണ്. എപ്പോൾ മനുഷ്യൻ ഈ ഭഗവാന്റെ ഗുണങ്ങളെയും ലീലകൾക്കായി സ്വീകരിച്ച നാനാ ശരീരങ്ങളുടെ പ്രവൃത്തികളെയും വീര്യകൃത്യങ്ങളെയും കേട്ട് മുക്തനായി തീരുന്നുവോ, അപ്പോൾ എല്ലാ ജീവജാലങ്ങളുടെയും ശ്രീഹരിയായിട്ട് ദർശിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും കാട്ടുന്ന ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം സംഭവങ്ങൾ നടക്കുന്നു അതെല്ലാം അതിൻ്റെ ലീലകളായിട്ട് കാണുക, മായാവിലാസങ്ങളായിട്ട് കാണുക. അതാണ് പലതായിട്ട് ഇവിടെ അവതരിച്ചത്. പല വീരകൃത്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്തെല്ലാം വീരകൃത്യങ്ങളാണ് ലോകത്തിൽ നടക്കുന്ന സംഭവവികാസങ്ങളെല്ലാം കേട്ടാൽ നല്ലതും ചീത്തയുമായിട്ട് നമ്മൾ മൂക്കത്ത് വിരൽ പിടിച്ചു പോകുന്ന തരത്തിലുള്ള സംഭവങ്ങളെല്ലാം നടക്കുന്നത്. അതെല്ലാം ലീലാവിലാസങ്ങളാണ്, മായയിലകപ്പെട്ടതാണ്. അങ്ങനെ നമ്മൾ ഈ ലോകത്തെ ദർശിക്കുമ്പോൾ നമ്മൾ എന്ത് പറ്റും? മുക്തകണ്ഠനായി തീരുമ്പോൾ ഉറക്കെ പാടുകയും കരയുകയും തുള്ളിച്ചാടുകയും ഭൂതബാധയേൽപ്പിച്ച പോലെ ചില നേരം കരയും, ചിലപ്പോൾ ചിരിക്കും, ചിലപ്പോൾ നിലവിളിക്കും, സുദീർഘം നിശ്വസിക്കും, ചിലപ്പോൾ ഭഗവാനെ നാരായണ എന്നെല്ലാം ഉച്ചരിച്ചു പോകും. ഈ ലോകത്തിൽ നടക്കുന്ന സംഭവവികാസങ്ങളെല്ലാം ശ്രദ്ധിക്കുമ്പോൾ എല്ലാം നമുക്കറിയാമല്ലോ. പത്രം എടുത്ത് നോക്കിയാൽ മതി. ഇപ്പോഴത്തെ ടി വിയിലെല്ലാം കാണുന്ന ചില സംഭവങ്ങൾ, സ്ത്രീകളെയെല്ലാം കൊന്നു കുഴിച്ചു മൂടി എന്നെല്ലാം ഇപ്പം വാർത്തകളിൽ നമുക്ക് കാണുന്നത്. എത്ര എണ്ണത്തെ! അപ്പം ഈ ലോകത്തിൽ നടക്കുന്ന ഈ മായയിൽ അകപ്പെട്ട് മനുഷ്യൻ കാട്ടിക്കൂട്ടുന്നതെല്ലാം ആ നിന്തിരുവടിയുടെ ലീലയിൽ അകപ്പെട്ട കാര്യങ്ങളാണ്, മായാലീലകളിൽ അകപ്പെട്ടതാണ്. അപ്പം ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ ഈ ലോകത്തോട് തന്നെ പുച്ഛം തോന്നും. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചിലപ്പോൾ ചിരിക്കും, ചിലപ്പോൾ കരയും, ചിലപ്പോൾ മൂക്കത്ത് വിരൽ ചെയ്യും, എന്തെന്നെല്ലാം ഇവിടെ നടക്കുന്നത്. പക്ഷെ അതെല്ലാം അതിൻ്റെ ലീലകളായി കാണുമ്പോൾ നമ്മൾ പൊട്ടിച്ചിരിക്കുകയും എന്തെല്ലോ ചെയ്യും. അങ്ങനെയാണ് ബ്രഹ്മസാക്ഷാത്കാരം നേടുന്ന ഒരു വ്യക്തി ഭ്രാന്തനെ പോലെ നടക്കുമെന്ന് പറഞ്ഞു വെച്ചത്. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ പാടി എന്തെല്ലോ കാണിച്ച് ഭ്രാന്തന്മാരെ പോലെ നടക്കുക. അതാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത്. ആ അവസ്ഥയിൽ ശ്രീഹരിയിൽ തന്നെ ചിന്ത വെച്ച് നടക്കുമ്പോൾ നമ്മൾ ഈ കാണുന്ന മായയിലെല്ലാം ഭ്രമിച്ചിട്ട് പിന്നെ ഭ്രമിക്കില്ല, നാഴിയിൽ നല്ല മുക്തമാകും. ഈ കാണുന്നതെല്ലാം മിഥ്യ, എന്തെല്ലാമാണ് ഈ കാണിക്കുന്നത്, കാട്ടിക്കൂട്ടുന്നത് ഓരോ ആൾക്കാർ എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ തന്നെ ഈ ഒരു ഭ്രാന്തൻ്റെ അവസ്ഥയിലായി മാറിക്കൊണ്ട് ഇതെല്ലാം ഉപേക്ഷിച്ച് വിരക്തി വന്നിട്ട് എന്ത് ചെയ്യും? ഭഗവാനെ നാരായണ എന്നെല്ലാം വിളിച്ചു. ഇപ്പോഴും ചില സംഭവങ്ങളെല്ലാം നമ്മൾ കാണുമ്പോൾ നാരായണ എന്ന് വിളിച്ചു പോകുക. അതിനുള്ള ഉദാഹരണങ്ങൾ ടി വിയിൽ ഇപ്പോഴത്തെ ഇതെല്ലാം എടുത്ത് നോക്കിയാൽ മതി. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ അജ്ഞാനെല്ലാം നശിക്കും. ഈ ലോകത്തോടുള്ള ചിന്തകളെല്ലാം മാറിയാൽ
വിട്ട് ഇതെല്ലാം മിഥ്യയാണെന്നുള്ള ബോധ്യമുണ്ടായിട്ട് എന്തു ചെയ്യും? അജ്ഞാനം നശിച്ച് ഉത്തമ ഭക്തിയോഗത്തോടെ നാരായണനെ നമ്മൾ പ്രാപിച്ചു. 37. നാരായണനിലൂടെ ഈ മാനസിക സ്വർഗം മാലിന്യം ബാധിച്ച മാലിന്യത്തെ അകറ്റി നാരായണനിലൂടെ ഈ മാനസിക സ്വർഗമാകുന്ന മാലിന്യം, സ്വർഗം മനസ്സിൽ സ്വർഗം എന്ന സങ്കല്പത്തിലൂടെ ഉണ്ടാകുന്ന അത്തരത്തിലുള്ള മാലിന്യങ്ങളെയെല്ലാം മാറ്റി സംസാര ചക്രത്തെ മറികടക്കാൻ ഇടയാക്കും. അങ്ങനെ നാരായണനിലേക്ക് ചിന്തിക്കുമ്പോൾ ഈ മനസ്സിലുണ്ടാകുന്ന സ്വർഗ സങ്കല്പങ്ങളും മറ്റും അത്തരത്തിലുള്ള മാലിന്യങ്ങളെയെല്ലാം മാറ്റിയിട്ട് സംസാര ചക്രത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറികടക്കാൻ ഇടയാക്കും. അതിനെയാണ് ജ്ഞാനികൾ പരമാനന്ദമായി കാണുന്നത്. അപ്പം ഈ ലോകത്തിലുള്ള ഇതെല്ലാം മിഥ്യയാണ്, എന്തെല്ലാണ് കാട്ടിക്കൊണ്ട് ഇതിലൊന്നും അർത്ഥമില്ല, ഇതെല്ലാം മായയുടെ ഓരോ വേലത്തരങ്ങളാണ് ആ ശക്തിയുടെ എന്ന് മനസ്സിലാക്കിയിട്ട് ഇതിൽ നിന്നെല്ലാം വിമുക്തനായി വരുമ്പോൾ മനസ്സിലൊരു ശാശ്വതമായ സമാധാനം ഉണ്ടാകും. അതിനാണ് ജ്ഞാനികൾ പരമാനന്ദമായി കാണുന്നത്. അതിനാൽ ആ അന്തരാമിയായ ശ്രീഹരിയെ ഭജിക്കുവിൻ. ഇനി 38. സ്വഹൃദയത്തിൽ ആകാശ പോലെ സ്ഥിതി ചെയ്യുന്ന തൻ്റെ ആത്മാവ് തന്നെയാണ് ശ്രീഹരി. ഇവിടെ നമ്മളെ ഹൃദയത്തിൽ ആകാശം പോലെ വ്യാപിച്ചു ആ ആത്മാവിന് എന്തില്ല? ലിമിറ്റില്ല. അത് ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ച് തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ളത്. ആ ആത്മാവാണ് ശ്രീഹരിയായിട്ട് നമ്മളെ ഉള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്നത്. ആ ശ്രീഹരിയുടെ ഭജനത്തിന് വേണ്ടിയിട്ട് അതിനെ ഭജിച്ചു കൊണ്ടിരിക്കുന്നതിന് കഷ്ടപ്പാടൊന്നുമില്ല. നമ്മൾ വെറുതെ ആ ശക്തിയെ തന്നെ എല്ലാം ആ ശക്തിയാണ് എന്നുള്ള ചിന്തയിൽ അങ്ങ് നീങ്ങിയാൽ മാത്രം മതി. അതേസമയം സകല ജീവികളുടെയും ഭോഗസാമഗ്രികൾ കൊണ്ട് എന്ത് നേടാനാണ്? സകല ജീവജാലങ്ങളും ഭോഗങ്ങൾ നേടാൻ വേണ്ടിയിട്ട് പല സാധനങ്ങളും പല സാമഗ്രികളായിട്ടെല്ലാം നടക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് നേടാനാണ്? 39 പറയുകയാണ്, പണവും പത്നിയും നാൽക്കാലികളും പുത്രപൗത്രാദികളും വാഹനങ്ങളും ഗ്രഹങ്ങളും ആനയും എല്ലാം എന്നിവയെല്ലാം നിലനിൽപ്പില്ലാത്ത ഭോഗസാമഗ്രികളാണ്. അതിനൊന്നും വലിയ നിലനിൽപ്പൊന്നും ഇല്ല, കുറച്ച് കാലത്തേക്കേ ഉള്ളൂ. അല്പസമയം കൊണ്ട് ആയുസ്സും തീരും. അവർക്ക് തന്നെ ഈ സുഖഭോഗങ്ങൾ തന്നെ അല്പസമയത്തേക്കാണ്. നമുക്കൊരു വിശപ്പുണ്ടാകുമ്പോൾ നല്ലൊരു ഭക്ഷണം കാണുമ്പോൾ തിന്നണം തോന്നും. തിന്നു കഴിയുമ്പോഴേക്ക് പിന്നെ അതിനോട് മടുപ്പായിരിക്കും. അതെല്ലാം കുറച്ച് നേരത്തേക്കാണ്. അതേസമയം ഈ ആയുസ് തന്നെ എത്തേ ഉള്ളൂ, അല്പം നേരത്തേക്കേ ഉള്ളൂ. ഇവ കൊണ്ട് എന്ത് കാര്യമാണുള്ളത് എന്ന് ചോദിക്കുകയാണ്. ഇനി 40. ഇങ്ങനെ യജ്ഞങ്ങൾ കൊണ്ട് നേടിയെടുക്കുന്ന സ്വർഗഭോഗങ്ങളെ എല്ലാം തന്നെ ക്ഷയമുഖങ്ങളാണ്. ഇങ്ങനെ നമ്മൾ ഓരോ യജ്ഞങ്ങളെല്ലാം ചെയ്തിട്ട് എന്തെങ്കിലും സുഖം നേടുന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ സ്വർഗമായാലും എന്ത് ഭോഗങ്ങളായാലും അത് ക്ഷയിച്ചു പോകുന്നതാണ്. അവയിലെല്ലാം മാലിന്യം അടങ്ങിയിരിക്കുന്നുണ്ട്, മാലിന്യം വിമുക്തമല്ലാതെ. അതിനാൽ ആത്മസായുജ്യം നേടുവാൻ ആ അമംഗളമില്ലാത്ത ശ്രീഹരിയെ ഏകാഗ്രമായ ഭക്തിയോടെ ഭജിക്കുക. അതുകൊണ്ട് നമ്മളെ മനസ്സ് എപ്പോഴും ശ്രീഹരിയിൽ നിർത്തണം. 41. ബുദ്ധിമാനെന്ന് അഭിമാനിക്കുന്ന മനുഷ്യൻ യാതൊന്നിനായി കർമ്മങ്ങൾ അനവരതം ചെയ്യുന്നു. ബുദ്ധിമാനായിട്ട് ചിന്തിക്കുന്ന മനുഷ്യർ എന്ത് ചെയ്യുന്നുണ്ട്? എന്തെല്ലോ നേടാൻ വേണ്ടിയിട്ട് കർമ്മങ്ങൾ ദിവസവും ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണ് സംഭവിക്കുന്നത്? അതിൻ്റെ വിപരീതമായ ഫലമാണ് ലഭിക്കുന്നത്. അവൻ പ്രവർത്തിക്കുന്നത് എന്തെല്ലോ സുഖം കിട്ടാൻ വേണ്ടിയാണ്, പക്ഷെ കിട്ടുന്നത് മുഴുവൻ എന്തായിരിക്കും? വിപരീതം ആയിരിക്കും. അപ്പം നമ്മൾ ആത്മീയ ഗുരുക്കളെല്ലാം നമ്മൾ ഉപദേശിക്കുന്നത് കാണാം. അത് ചെയ്യുക, ഇത് ചെയ്യുക, ജീവിതത്തിൽ സുഖം കിട്ടുന്നതല്ല. ഇവിടെ ഭാഗവതം എന്താണ് പറയുന്നത്? അങ്ങനെ എന്ത് ചെയ്താലും അതിന് നേരെ വിപരീതേ കിട്ടാൻ പോകുന്നു. 42. ലോകത്തിൽ കർമ്മം ചെയ്യുന്നവൻ്റെ ലക്ഷ്യം രണ്ടാണ്. ഒന്ന് സുഖം കിട്ടണം, ദുഃഖത്തിൽ നിന്ന് മോചനം ഉണ്ടാകുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് മനുഷ്യർ കർമ്മം ചെയ്യുന്നത്.
പക്ഷേ ഒരിക്കൽ കർമ്മ വിരക്തി വന്നാൽ, എന്നാൽ കർമ്മം ചെയ്യാതിരിക്കുകയാണെങ്കിൽ സുഖം കിട്ടും. നമ്മളിപ്പം കർമ്മം ചെയ്യുന്നില്ല, നമുക്കൊന്നും വേണ്ട. ഭാര്യ വേണോ വേണ്ട, ഭാര്യയെ നമുക്ക്. സ്വത്ത് വേണോ സ്വത്ത് വേണ്ട, വസ്തു വേണോ വസ്തു വേണ്ട, വസ്ത്രം വേണോ വസ്ത്രം വേണ്ട, ഒന്നും വേണ്ട എന്ന ഒരു ചിന്ത ഉണ്ടാക്കി വെച്ചു നോക്കിയേ, നമുക്കൊരു പ്രശ്നമില്ല, സുഖമാണ്. അപ്പോൾ കർമ്മത്തിൽ വിരക്തി വന്ന് ഒന്നും വേണ്ട എന്ന നിലയിൽ വരുമ്പോൾ പിന്നെ കർമ്മം ചെയ്യാനും തോന്നില്ല, അപ്പോൾ വിരക്തി വരും, അപ്പോൾ സുഖം ലഭിക്കും. എന്നാൽ കർമ്മത്തിൽ ഏർപ്പെട്ടാലോ എന്നേക്കുമായി ദുഃഖമാണ്. കർമ്മത്തിൽ ഏർപ്പെട്ട ഒരിക്കലും സുഖം കിട്ടാൻ പറ്റുന്നില്ല. അതാണ് നമ്മൾ ആത്മീയ ഗുരുക്കന്മാർ പറയുന്നത്, ഇന്ന് ചെയ്യ് അത് ചെയ്യ്, നിങ്ങളുടെ ജീവിതത്തിന് സുഖം കിട്ടും, ഇത് ചെയ്താൽ മതി ഇത് ചെയ്താൽ മതി. ഭാഗവതം പറയുന്നത് ഒരിക്കലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. ഈ ആഗ്രഹങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് ഒരു കർമ്മവും ചെയ്യാതെ ബ്രഹ്മമേ ശരണം എന്ന് വെച്ചുകൊണ്ട് പോയാലേ സമാധാനം കിട്ടാൻ പോകുന്നത്. 43. ഇന്ന് മനുഷ്യൻ ഏതിനു വേണ്ടി കാമങ്ങളെ ആഗ്രഹിക്കുന്നുവോ അതേ ദേഹം തന്നെ ഇന്ന് മനുഷ്യര് കാമം നേടാൻ വേണ്ടിയിട്ട് എന്തിനല്ലോ ശ്രമിക്കും, മറ്റു ജന്തുക്കളുടെ തീറ്റയായി തീരുന്നു. അതായത് നമ്മൾ കാമം നേടാൻ വേണ്ടിയിട്ട് നടന്ന് നടന്ന് സുഖത്തിൻ്റെ പിന്നാലെ പോയി അവസാനം മരിക്കും. മരിക്കുമ്പോൾ പല ജന്തുക്കളും വന്ന് അല്ലെങ്കിൽ ബാക്ടീരിയ എന്തെല്ലാം വന്നിട്ട് തിന്നു തീർക്കും. എന്നിട്ട് എന്ത് ചെയ്യും, വീണ്ടും ജനിക്കും. അപ്പോൾ 44 പറയാണ്, ദേഹത്തിൽ നിന്നും വിട്ടു നിൽക്കുന്ന സന്താനങ്ങളുടെ ഭാര്യ, ഭവനം, ധനം, ധാന്യങ്ങൾ, രാജാവ്, ആന, മന്ത്രിമാര്, ബന്ധുക്കൾ എന്നിവയെ തൻ്റേതെന്ന തോന്നലുണ്ടാക്കുന്ന ഈ ശരീരത്തിൻ്റെ അവസ്ഥയെ പറ്റി പിന്നെ പറയേണ്ടതുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. കാമം നമുക്ക് പലതും നേടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് കാമത്തിൻ്റെ പിന്നാലെ പലതിലുള്ള ആഗ്രഹം കൊണ്ട് ഓടി നടന്നിട്ട് അവസാനം ചാവും, പല ജീവികളും തിന്നു തീർക്കും, അവസാനം പിന്നെയും ജനിക്കും. ഇങ്ങനെ ജനിക്കുമ്പോൾ ഇതുവരെ ഉണ്ടാക്കിയ ഭാര്യ, മക്കൾ ഇതെല്ലാമായിട്ട് പിന്നെ ഈ ശരീരത്തിന് എന്താണ് ബന്ധമുള്ളത്? വല്ലതും തിന്ന് ശരീരം കൊണ്ടുപോയി. പിന്നെ ഈ ഭാര്യ, മക്കള്, സ്വത്തുക്കള് ഇതിനുമായിട്ട് പിന്നെ അതിനെന്താ ബന്ധമുള്ളത്? അതോടുകൂടി ആ ബന്ധം തീർന്നു. പിന്നെ ഈ ബന്ധം എന്ത് ശാശ്വതമാണ്? മരിക്കുന്നത് വരെ ഉള്ളൂ എന്ന് അർത്ഥം. മരിച്ചു കഴിയുമ്പോൾ നമ്മൾ തിന്നാതെ കുടിക്കാതെ എന്തെല്ലോ ഉണ്ടാക്കിയിട്ടിട്ട് ആർക്കെല്ലാം ഉണ്ടാക്കിയിട്ടിട്ട് അവസാനം ചാവുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കി. എന്തിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം പാടുപെടുന്നത്? ഇതാണ് ഈ പറയുന്നതിൻ്റെ ചുരുക്കം. 45. ശരീരത്തോടുകൂടി നശിക്കുന്നതും നിസ്സാരവുമായ പുരുഷാർത്ഥങ്ങളെപ്പോലെ. അപ്പം ശരീരം എന്ന് പറയുന്നത്, ശരീരത്തോടു കൂടി നശിക്കുന്നതാണ് ഈ എല്ലാ ബന്ധങ്ങളും. നമ്മളുണ്ടാക്കുന്ന ധനമായാലും തുല്യമായ എല്ലാം ശരീരത്തോടു കൂടി നശിക്കുന്നതാണ്. നിസ്സാരമായ പുരുഷാർത്ഥങ്ങളാണ്. ധർമ്മ, അർത്ഥം, കാമമോക്ഷം ഇതെല്ലാം നിസ്സാരങ്ങളാണ്. അതെല്ലാം അർത്ഥശൂന്യങ്ങളാണ്. ഇവയെ കൊണ്ട് ഇവക്ക് പകരം ശാശ്വതാനന്ദമായി നിൽക്കുന്ന, എപ്പോഴും നിലക്ക് നിൽക്കുന്ന, ആനന്ദം നൽകുന്ന കടലിന് സമാനമായ ആത്മാവിനെ പറ്റിയൊന്ന് ചിന്തിക്കാനാണ് പറയുന്നത്. പക്ഷെ ഈ ആത്മാവ് എന്ന് പറയുന്നത് ഈ ശരീരത്തിൻ്റെ മരിക്കുന്നത് വരെ ഉള്ളൂ. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പണവും സ്വർണവും എല്ലാം പോയി, ആ പുരുഷാർത്ഥങ്ങളെല്ലാം നശിച്ചു. പക്ഷേ ആത്മാവ് എന്ന് മാത്രമാണ് ശാശ്വതമായിട്ടുള്ളത്. അത് വലിയൊരു ആനന്ദ സാഗരം പോലെ പരന്നു കിടക്കുകയാണ്. അപ്പം അതിനെയാണ് നമ്മൾ ഭജിക്കേണ്ടത്, അതിനെയാണ് ആശ്രയിക്കേണ്ടത്. ഇനി 46 ഗർഭധാനം തൊട്ടുകൊണ്ടുള്ള ഓരോ ദശാകാലങ്ങളിലുമുള്ള പ്രാരബ്ധ കർമ്മങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന ശരീരക്ലേശങ്ങൾ കൊണ്ട് ഈ ലോകത്തിൽ എന്ത് പ്രയോജനമാണുള്ളത്? അതായത് ഗർഭധാനം തൊട്ട് ഗർഭത്തിൽ ജനിക്കുന്നത് മുതൽ ഓരോ കാലഘട്ടങ്ങളുമായിട്ടുള്ള പ്രാരബ്ധ കർമ്മങ്ങൾ, നമ്മൾ ഓരോ കാലഘട്ടത്തിലും ഓരോ പ്രാരബ്ധ കർമ്മങ്ങൾ ചെയ്ത് പോവുകയാണ്. എന്നിട്ട് ശരീരം എന്ത് ചെയ്യാണ്? അതിൻ്റെ ക്ലേശങ്ങൾ അനുഭവിക്കുകയാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ നമ്മുടേതായിട്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടാകുന്നത്? അപ്പം യഥാർത്ഥത്തിൽ നമ്മൾ കർമ്മം ചെയ്യുന്നതിന് എന്തിനു വേണ്ടിയാണ്? നമ്മളെ സൃഷ്ടിക്കുന്നു, നമ്മളെ കൊണ്ട് ഓരോ കർമ്മങ്ങളും ചെയ്യിപ്പിക്കുന്നു ഈ ലോക പുരോഗതിക്കായിട്ട്. അല്ലാതെ നമുക്കൊന്നും ഇവിടെ കിട്ടാൻ പോകുന്നില്ല. മരിച്ചു കഴിയുമ്പോൾ ഇതെല്ലാം തീർന്നു.
യഥാർത്ഥത്തിൽ ആ ശക്തിവിശേഷം അതിനൊരു സുന്ദരമായ ലോകമുണ്ടാക്കണം. നമ്മളെ സൃഷ്ടിക്കുന്നു, നമ്മൾ ഞാനെന്ന ചിന്ത ഉണ്ടാക്കി, ഒരാഗ്രഹം ഉണ്ടാക്കി, നമ്മളെ കൊണ്ട് പാട് പഠിപ്പിച്ചിട്ട് ലോക പുരോഗതി ഉണ്ടാക്കിയെടുത്തിട്ട് അതങ്ങ് പോവുകയാണ്. അതിനിടയ്ക്ക് നമ്മൾക്ക് കുറച്ച് സുഖവും കിട്ടും, ബാക്കി മുഴുവൻ കഷ്ടപ്പെടുവാണ്. ഈ ലോകത്തിൽ നമ്മുടേതെന്ന നിലയിൽ എന്താണ് നമുക്ക് കിട്ടുന്നതെന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു രൂപ ഇല്ല. 47. ജീവൻ ഈ ശരീരം കൊണ്ട് അനുവർത്തിക്കുന്ന കർമ്മങ്ങൾ ശരീരത്തെ ധരിച്ചു കൊണ്ടിരിക്കുന്നതാകുന്നു. ശരീരം കൊണ്ട് ജീവൻ, നമ്മളെ ജീവാത്മാവ് ഞാനാണ് എൻ്റേതെന്ന ശരീരം ചിന്തിച്ചുകൊണ്ടാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി പരമാത്മാവാണ്. അതിനെന്തോ ശരീരം കൊണ്ട് എന്തെല്ലോ കർമ്മങ്ങൾ ചെയ്യിപ്പിക്കണം. അതുകൊണ്ട് ഞാനെന്ന ചിന്തയുണ്ടാക്കിയിട്ട് ഈ ശരീരത്തെ കൊണ്ട് എന്തെല്ലോ കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുകയാണ്. ആ കർമ്മവും അതുമായി ബന്ധപ്പെട്ട ദേഹാദികൾ വിവേകമില്ലായ്മയാൽ ഉണ്ടായതാണ്. വിവേകമില്ല നമുക്ക്. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവാത്മാവ് ഞാൻ എൻ്റേത് എന്ന നിലയിൽ ചിന്തിച്ചുകൊണ്ടാണ് കർമ്മങ്ങൾ ചെയ്ത് എനിക്ക് വേണ്ടി എന്ന്. അത് അജ്ഞാനമാണ്, വിവേകമില്ലായ്മയാണ്. കാരണം ഇതിൻ്റെ പിന്നിലൊരു ശക്തിയുണ്ട്. ആ ശക്തി എന്നെ ജനിപ്പിച്ചത് അതിനെന്തോ സാധിപ്പിക്കാനുണ്ട്. കാര്യങ്ങൾ റോഡ് വെട്ടാനും എന്തെല്ലാം ഉണ്ട്. അതിനു വേണ്ടി എന്നെ സൃഷ്ടിച്ചിട്ട് എന്നിലൊരു ആഗ്രഹം ഉണ്ടാക്കിയിട്ട് പണം കിട്ടാനും എന്തിനോ വേണ്ടിയായിട്ട് നമ്മൾ ആ പണി ചെയ്യിപ്പിച്ചിട്ട് ലോക പുരോഗതി നേടുന്നു. അതാണ് സത്യം. പക്ഷേ നമ്മളത് മനസ്സിലാക്കുന്നില്ല. നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് വേണ്ടിയാണ് എന്നുള്ളത്. അത് വിവേകമില്ലായ്മയാണ്. അതുകൊണ്ട് 48 പറയുന്നു, ഭോഗവസ്തുക്കളും ഭോഗേച്ഛയും ആരെ ആശ്രയിക്കുന്നുവോ ആ ശ്രീഹരിയെ നിഷ്കാമഭാവത്തോടെ ഭജിക്കുക. അതുകൊണ്ട് എന്താണ് വേണ്ടത്? ഇതെല്ലാം ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്? ആ ശ്രീഹരിക്ക് വേണ്ടി. അപ്പം ഈ ഭോഗ വസ്തുക്കളും ഭോഗേച്ഛയും ആ ശ്രീഹരിയുടേതാണ്. ആ ശക്തിക്ക് ഒരു സുന്ദരമായ ലോകമുണ്ടാക്കും. അതിന് നമ്മളെ സൃഷ്ടിക്കുന്നു. നമ്മൾ തട്ടിപ്പുണ്ടാക്കിയിട്ട് ഞാനെന്നൊരു ചിന്തയുണ്ടാക്കിയിട്ട് ഒരാഗ്രഹം ഉണ്ടാക്കിയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. അത് മണ്ടത്തരമാണ്. ഇതെല്ലാം ആ ശക്തിക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്കെന്ന ചിന്ത ഉപേക്ഷിച്ചിട്ട് ആ ശക്തിക്കായിക്കൊണ്ട് എല്ലാം ചെയ്തു കൊണ്ടേക്കുക. ഇതെല്ലാം അതിന് വേണ്ടിയിട്ടാണ്, നമുക്ക് വേണ്ടിയിട്ടല്ല. ആ സത്യം മനസ്സിലാക്കുക. 29. ശ്രീഹരി സമസ്ത ജീവികളുടെയും അന്തരാത്മാവായിട്ട് ഇരിക്കുന്നു. എല്ലാ ജീവികളുടെയും ഉള്ളിലുള്ളത് ആ ശ്രീഹരി തന്നെയാണ്. അത് എല്ലാവർക്കും പ്രിയങ്കരനുമാണ്. അതിന് നമ്മളെക്കാണ് അത് ശത്രുവാണ്, ഇത് മിത്രമാണെന്ന് തോന്നുന്നത്. അതിനങ്ങനെയൊന്നുമില്ല. അതിന് എല്ലാവരും പ്രിയങ്കരമാണ്. എന്നോടും പ്രിയമാണ്, എൻ്റെ ശത്രുവോടും അതിന് പ്രിയമാണ്. അതുകൊണ്ട് അത് തന്നെ ആ ശത്രുവും ബ്രഹ്മമാണ്. അതുകൊണ്ട് നമ്മൾ അവർ തമ്മിൽ വിവേചനമൊന്നും കാണാതെ എല്ലാം ബ്രഹ്മമായി കാണാൻ ശ്രമിക്കാനാണ് ഇവിടെ പറയുന്നത്. അത് തന്നെ സ്വയം സൃഷ്ടിക്കപ്പെട്ടു. അത് തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ എല്ലാമായിട്ട് മാറിയത്. പഞ്ചഭൂതങ്ങളിലുണ്ടായ വസ്തുക്കളിലെല്ലാം അന്തരാമിയായിരുന്നിട്ട് ജീവനെന്ന സ്വപ്നയാൽ അറിയപ്പെടുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? അത് തന്നെ ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളുമായിട്ട് അതിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് അതാത് ജീവാത്മാവായിട്ട് പുറത്തേക്ക് വരുന്നു. അതുകൊണ്ട് ദേവനോ അസുരനോ യക്ഷനോ ഗന്ധർവനോ ആരായാലും ശ്രീഹരിയെ ഭജിക്കുക, ക്ഷേമവാനായി ഭജിക്കും. അതുകൊണ്ട് ഈ കാണുന്നതിനൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവും. ബ്രാഹ്മണനാണ്, ഇത് ക്ഷത്രിയനാണ്, ശൂദ്രൻ, ഇങ്ങനെയൊന്നും ചിന്തിക്കണ്ട. എല്ലാം ശ്രീഹരിയാണ്. എല്ലാവരും ശ്രീഹരിയെ ഭജിച്ചു കഴിഞ്ഞാൽ അവർക്ക് മോക്ഷം ലഭിക്കും. അതിന് ജാതി മതമോ അല്ലെ ജാതിയോ മതമോ ഇങ്ങനെ ഒരു വ്യത്യാസമില്ല. എല്ലാവർക്കും അവരവരുടെ ശ്രീഹരിയെ ഭജിച്ചാൽ മാത്രം മതി. അതിനാരോടും പ്രത്യേകിച്ച് താല്പര്യമില്ല. ഇനി 51-52 മുതൽ
അസുരപുത്രരോട് പറയുകയാണ്, ബ്രാഹ്മണത്വമോ ദൈവത്വമോ ഋഷിത്വമോ ഋഷികളാകുന്നതോ അങ്ങനെയൊന്നും വേണ്ടതൊന്നുമില്ല. ബ്രാഹ്മണനാകുകയും വേണ്ട, ഋഷിയാകുകയും വേണ്ട, ആരും വേണ്ട, സദാചാരവും വേണ്ട, വലിയ വിജ്ഞാനവും വേണ്ട, പണ്ഡിതനും ആകണ്ട, ദാനം ചെയ്യുകയും വേണ്ട, തപസ്സും വേണ്ട, ഒരു യജ്ഞവും ചെയ്യേണ്ട, ഒരു ചുക്കും ചെയ്യണ്ട, ശുദ്ധിയും വേണ്ട എന്ന് പറയുകയാണ്. എന്നിട്ടോ എന്ത് ചെയ്താൽ മതി? വിശുദ്ധമായ ഭക്തിയാൽ ശ്രീഹരിയെ പ്രസാദിപ്പിക്കുക. ആ ശ്രീഹരിയാണ് എല്ലാം ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ ശ്രീഹരിയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പോയാൽ മാത്രം മതി. എന്നിട്ടോ മറ്റെല്ലാം വെറും നാട്യമാണ്. ബാക്കി എന്തെല്ലോ കാട്ടിക്കൂട്ടുന്നുണ്ടെങ്കിൽ ഈശ്വരനെ പ്രാപിക്കാൻ പൂജയും ചുക്കും ഒന്നും ചെയ്യേണ്ടതില്ല. വെറുതെ ശ്രീഹരിയെ വിശ്വസിച്ചാൽ മാത്രം മതി. ബാക്കിയെല്ലാം നാട്യങ്ങളാണ്, എനിക്കൊന്നും ആവശ്യമില്ല എന്ന് പറയുകയാണ്. ഇതിൻ്റെ 53 പറയാണ്, എല്ലാറ്റിലും ആത്മസമഭാവത്തോടെ എല്ലാ ചരാചരങ്ങളിലും അന്തരാമിയായി സർവനിയന്താവായി സർവഗുണങ്ങളുടെ ഇരിപ്പിടമായ ശ്രീഹരിയിൽ ഭക്തി അർപ്പിക്കുക. ആ ശ്രീഹരി എല്ലാവരോടും സമഭാവമാണ്. അതിന് ഹിന്ദു എന്നോ മുസ്ലിമോ എന്നോ പട്ടിയെന്നോ പൂച്ചെന്നോ കല്ലെന്നോ മരമെന്നോ ഒന്നുമില്ല. എല്ലാത്തോടും അത് ഒരേ ഭാവത്തിലാണുള്ളത്. എല്ലാ ചരാചരങ്ങളിലും അന്തരാമിയായിട്ട് അത് ഇരിക്കുന്നുമുണ്ട്. എല്ലാത്തിനെയും അകത്തിരുന്നു കൊണ്ട് നിയന്ത്രിക്കുന്നുമുണ്ട്. എല്ലാ ഗുണങ്ങളും തിരഞ്ഞവനാണ് ആ ശ്രീഹരി. ആ ശ്രീഹരിയിൽ ഭക്തി മാത്രം മതി. അതിനെ മാത്രം വിശ്വസിച്ചാൽ മതി. 54 പറയാണ്, ദൈവമായാലും യക്ഷനായാലും രാക്ഷസനായാലും സ്ത്രീ ആയാലും ശൂദ്രനായാലും പശു ആയാലും പക്ഷിയായാലും മൃഗമായാലും പാപം ചെയ്തവരായാലും ഇവരെല്ലാം തന്നെ നിർമ്മാണം പ്രാപിച്ചവരായിട്ടുണ്ട്. കഥകളിൽ പക്ഷിയായി ജനിച്ചവരും അടുത്ത ജന്മത്തിൽ ജനിച്ചിട്ട് നിർമ്മാണം പ്രാപിച്ചിട്ടുണ്ട്. പാപികളും നിർമ്മാണം പ്രാപിച്ചിട്ടുണ്ട്. എല്ലാം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നതായിട്ടൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും ബ്രഹ്മം തന്നെയാണെന്നുള്ള ചിന്തയിൽ ആരും ആരെയും വലുതായിട്ട് കാണുകയും വേണ്ട, ചെറുതായിട്ട് കാണുകയും വേണ്ട, എല്ലാം അത് തന്നെ. എന്നിട്ട് 55 പറയുന്നു, ശ്രീകൃഷ്ണ പരമാത്മാവിൽ ഏകനിഷ്ഠമായ ഭക്തി ഉറപ്പിക്കുക. ശ്രീകൃഷ്ണൻ രാമെന്നെല്ലാം പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവർ ഉദ്ദേശിക്കുന്ന ഏതാണ്? ആ ശ്രീഹരിയാണ്. അല്ലാതെ ഈ താഴെയുള്ള ഓരോ കാലഘട്ടത്തിൻ്റെ ശക്തിവിശേഷമല്ല. ശ്രീഹരിയെ എന്ന ആ പരമതത്വത്തെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആ ശക്തിയിൽ ഭക്തി ഉറപ്പിക്കുക മാത്രമേ പ്രപഞ്ചത്തിൽ ജീവൻ്റെ സർവപ്രധാനമായ ലക്ഷ്യമായിട്ടുള്ളൂ. ജീവിക്കുന്നതിൻ്റെ ലക്ഷ്യം ആ ശ്രീഹരിയിൽ വിശ്വാസം അർപ്പിക്കുക. അല്ലാതെ എന്തെങ്കിലും ചോദിച്ച് വാങ്ങലല്ല ജീവിതത്തിൻ്റെ ലക്ഷ്യം. അത് കിട്ടാനും പോകുന്നില്ല. ആ ശക്തിയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് കർമ്മം ചെയ്യുക. ആ ശക്തിക്കായി കർമ്മം ചെയ്യുക. ആ ശക്തി എന്ത് ചെയ്യുകയാണ്? ഒരു സുന്ദരമായ ലോകമുണ്ടാക്കുകയാണ്. വസുദേവ കുടുംബം, എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ. അതാണ് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ലോകം അത് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അതിനുവേണ്ടി നമ്മളെ കർമ്മം നിസ്വാർത്ഥമായിട്ട് ചെയ്തു കൊടുക്കുക. എല്ലാറ്റിലും എപ്പോഴും നിന്ദരുപടിയെ ദർശിക്കുക. അതിനുവേണ്ടി എന്താണ്? എല്ലാറ്റിലും, പട്ടിയായാലും പൂച്ചയായാലും ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും വൈശ്യനായാലും ശൂദ്രനായാലും സ്ത്രീ ആയാലും ആർത്തമുള്ള സ്ത്രീ ആയാലും ആർത്തമില്ലാത്ത സ്ത്രീ ആയാലും പിന്നെയോ ഏതായാലും എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കുക, ശ്രീഹരിയെ ദർശിക്കുക. ബാക്കിയെല്ലാം മിഥ്യ, വ്യാമോഹങ്ങളും തെറ്റായ അജ്ഞത ആണെന്നാണ് പറഞ്ഞ് അവസാനിക്കുന്നത്.